കഴിഞ്ഞ മാസം എൻ്റെ അടുക്കൽ ഇവിടെ വന്നിരുന്ന ഒരു കുടുംബം, അവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായിരുന്നു. അതിന്റെ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയും 21 ദിവസം നിങ്ങളത് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. 22ാമത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ആ കുടുംബം അവര് നമ്മെ അറിയിച്ചു. 21ാമത്തെ ദിവസം, അവരോട് 22-ന് അറിയിക്കാനാ പറഞ്ഞത്. 21ാമത്തെ ദിവസം തന്നെ അവർ നമ്മെ വിളിച്ചിട്ട് അവർക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിച്ചു. മാത്രമല്ല, അതില് ലഭിച്ചിട്ട് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ചെറിയ രൂപത്തിൽ അതില് അവർക്ക് കൊടുക്കുന്ന സാലറിയിൽ വർധനവും ലഭിച്ചു എന്ന് അവർ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമായി. നമ്മൾ സാധാരണ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ പൊതുവിൽ പറയാറുള്ളത്, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നമ്മളിവിടെ അടുക്കൽ നിങ്ങൾ നേരിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വരികയാണ്. അങ്ങനെ വന്ന് ഇവിടെ സംസാരിക്കാൻ ഏകദേശം 10 മിനിറ്റൊക്കെ ലഭിക്കുകയുള്ളൂ. 5 മിനിറ്റ്, 3 മിനിറ്റ്, ഇങ്ങനെയൊക്കെ ചുരുങ്ങിയ സമയമാണ് ലഭിക്കുക. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്ന അമലുകൾ വളരെ പ്രതീക്ഷയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ അത് പറയുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി ചെയ്യണമെന്ന് പറയുകയും, ഇന്ന തടസ്സങ്ങളാണ് അതിനുള്ളത്, ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയാണ് ഈ അമല് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ, അമലുകൾ നമ്മൾ പറയുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പ്രതീക്ഷ വേണം, ചെയ്യുമ്പോഴും ആ പ്രതീക്ഷ വേണം. ഏത് പ്രതീക്ഷ വേണം? ഞങ്ങൾ ഇങ്ങനെ ഒരു അമല് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടു, അപ്പോൾ ആ അമല് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഫലമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഈ അമലുകളൊക്കെ പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ, അതിന് വലിയ അത്ഭുത ശക്തിയുണ്ട്, അതിന് ദിവ്യശക്തിയുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അപ്പൊ ആ വിശുദ്ധ ഖുർആനിന്റെ കലാം ഓതലോടുകൂടെ റബ്ബിന്റെ തിരുനോട്ടം ആ വിഷയത്തിൽ ഉണ്ടാകാനുള്ള കാരണമാണ്. അപ്പൊ നമുക്കത് ആ ഇടപെടുന്ന ആ വിഷയം ഏതാണോ അതിൽ നല്ല ഒരു തുറസായ നല്ലൊരു തീരുമാനം, നല്ലൊരു റാഹത്ത്, നല്ലൊരു ഫത്ഹ് നമുക്കതിൽ ലഭിക്കും. അതുകൊണ്ടാണ് പ്രതീക്ഷയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഇത് ഈ ഒരു കേസ് മാത്രമല്ല, നമ്മളെടുക്കൽ വരുന്ന കേസുകളില് ഭൂരിഭാഗം ആളുകളെ, ചില കേസുകളൊക്കെ അതിന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കുറെ സമയമെടുക്കും, അതേപോലെ തന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഫലം ലഭിക്കുക. എന്നാലും അതിന്റെ ഫലം അത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ അറിയിച്ചു തരുന്നത് ആ ഉറപ്പോടെയും ആ പ്രതീക്ഷയോടെയും കൂടെയാണ്. അപ്പോൾ ആ പ്രതീക്ഷയിലും ഉറപ്പിലും തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് അമല് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് അതിന് അത്രയും ഫലമുണ്ടാകുക. അതുകൊണ്ട് ആ വിഷയം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ നിന്ന് ഓരോ അമലുകളാണ് തരിക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന്റെ തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള നല്ല അമലുകൾ, അത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അതേപോലെ മഹാന്മാരാകുന്ന ഇമാമുകൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്നയിലെ അതേപോലെയുള്ള വലിയ വലിയ ദിക്റുകളും അതേപോലെ ഖുർആനിന്റെ ആയത്തുകളൊക്കെയാണ് നൽകുക. അപ്പൊ ഇത് നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ വേണം. ഞാൻ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട്, തങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് നേരിട്ട് പോയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അമലാണ്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ആ പ്രതീക്ഷയിൽ ചെയ്ത് 5 വഖ്ത് നിസ്കാരങ്ങൾ നിലനിർത്തി നല്ല ഹറാമിൽ നിന്ന് അകന്ന് നിന്ന് നല്ല ആ പ്രതീക്ഷയിൽ തന്നെ ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും. അത് ഏതു പ്രശ്നങ്ങളാവട്ടെ, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളാവട്ടെ, അത് നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളാകട്ടെ, നാം അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ അത് വിശുദ്ധ ഖുർആൻ തന്നെ ധാരാളമാണ്. ഇനി എത്ര വലിയ സിഹർ ഉണ്ടെങ്കിലും സിഹർ ബാത്തിലാക്കാനുള്ള ആയത്തുകളെ ഒരു പരിധി വരെ നമ്മൾ അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞുതരും. അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങളത് ചെയ്യുമ്പോൾ ഇത് പലരും പറയുന്നത് തന്നെ, ഉസ്താദ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഇനി പോകാത്ത സ്ഥലമില്ല, അങ്ങനെയൊക്കെ പോയിട്ടും ഇതിനൊരു മാറ്റമില്ല. അപ്പൊ ഒരു നെഗറ്റീവ് തോട്ടോട് കൂടി വരരുത്. അഥവാ ഏത് റിസൾട്ട് കിട്ടും, പോസിറ്റീവ് മൈൻഡോട് കൂടെയാണ് നിങ്ങൾ വരേണ്ടത് തന്നെ. അങ്ങനെ ആ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവിടെ എത്തേണ്ടതും നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്യേണ്ടതും. അത് പറഞ്ഞത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്യണം. പല ആളുകളും നമ്മളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ ഒരു ഫോൾട്ടുകൾ നമുക്ക് മനസ്സിലാകും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ചില ആളുകൾ വിവാഹം ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ ആ വിവാഹം
ശരിയാകാത്തതിന് തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സം എന്താണെന്ന് നിങ്ങൾ സംസാരിക്കുന്ന ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഏത് കാരണങ്ങളെ കൊണ്ടാണ് നടക്കാത്തത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ആ കാര്യം ഒഴിവാക്കാൻ വേണ്ടി പറയും. മുമ്പ് ഇതേപോലെ ഒരു അവിഹിത ബന്ധം ഒരാൾക്ക് ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ വിവാഹത്തിന് അതൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അവരോട് ആ വിഹിത ബന്ധം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ വിവാഹം ശരിയായതിന്റെ സന്തോഷവാർത്ത നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ തടസ്സങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിന്റെ പരിഹാരം നമ്മൾ ചെയ്യുമ്പോഴേക്ക് ആ കാര്യം നമുക്ക് റാഹത്തായി കിട്ടും. നമ്മുടെ മകളുടെ വിവാഹമാകട്ടെ, നമ്മുടെ സാലറി കിട്ടാത്ത വിഷയമാകട്ടെ, വീട് പണി പൂർത്തിയാകാത്ത വിഷയമാകട്ടെ, ചില വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അതിന്റെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ആയി കിട്ടൂല. വേറെ തടസ്സങ്ങൾ ലാഹിറായിട്ട് നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയിലെ തടസ്സങ്ങളൊന്നും നമുക്കതിൽ കാണാൻ സാധിക്കൂല. പക്ഷെ അവരുടെ വിവാഹം എങ്ങനെയായിട്ടോ നടന്നു കിട്ടുന്നത് കാണുന്നില്ല. അപ്പൊ അതിലൊക്കെ തടസ്സം നിൽക്കുന്നത് ഇത്തരം ചില തടസ്സങ്ങളായിരിക്കും. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അത് തിരിയാത്തത്, അല്ലെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടാകും, അതിന്റെ കൃത്യമായ സൊല്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഒരു സുഹബത്ത്, ഒരു ബന്ധം, ഒരു കണക്ഷന് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മുടെ വീട് ചില കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ആ തുടക്കത്തിലൂടെ ബറക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂർത്തിയാകും. അപ്പൊ നമ്മളൊരു വീടിന് കുറ്റിയടിക്കുമ്പോൾ, ഒരു വീടിന് പുറേ കുടുംബ ഹൗസ് വാമിങ് നടത്തുമ്പോൾ, ഒരു വീടിന്റെ കാര്യങ്ങൾ അതിന്റെ തുടക്കത്തിൽ ഒരു സ്ഥലം എടുക്കുന്ന സമയത്ത് നല്ലൊരു ആലിമിനെയോ അല്ലെങ്കിൽ ഒരു സയ്യിദിനെയോ തങ്ങന്മാരെയൊക്കെ കൊണ്ടുവന്ന് ആ സ്ഥലം ഒന്ന് നോക്കിക്കുക. അപ്പൊ എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? അത് അവരുടെ ഒരു വീക്ഷണം അതിലുണ്ടാകും, ആർക്കൊരു വീക്ഷണം ഉണ്ടാകും. അപ്പൊ അത് അവരതിന് അവിടെ ആ ഭൂമിയിലെത്തുമ്പോൾ അവര് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചൊല്ലുമ്പോഴേക്ക് അതിന് ബറക്കത്തുണ്ടാകും. അതേപോലെ തന്നെ അവരുടെ സമ്മതത്തോടുകൂടി അതിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന വിഷയത്തിൽ ഒരു ഐശ്വര്യം ബറക്കത്തും അതിനൊരു സമ്പൂർണ്ണതയ്ക്ക് ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ട് മഹാന്മാർ മുമ്പേ ചെയ്യുന്നതാണ്. ഞാൻ ഉസ്താദ് ഇങ്ങനെ ഒരു വീട് പണി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ ഉസ്താദ് പ്രത്യേകം എനിക്ക് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടി തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും അത് എന്നോട് ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ ഒരു ആലിമിനോടോ ഒരു സയ്യിദിനോടൊക്കെ ചോദിച്ചു തുടങ്ങുമ്പോൾ അതിലൊരു ബറക്കത്ത് ഉണ്ടാകും. ആ ബറക്കത്ത് മാത്രം മതി. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചെറിയ 4500, 5000, ഒരു 10,000, 15,000 രൂപയ്ക്ക് സാലറി ഉള്ള ആളുകൾ വളരെ ആർഭാടമായിട്ട് നല്ല സന്തോഷത്തോടുകൂടെ മനസ്സിനൊരു പ്രയാസമില്ലാതെ ജീവിക്കുന്ന കണ്ടിട്ടില്ലേ. എന്നാൽ ചില ആളുകളാണെങ്കിലോ അവർക്ക് 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ സാലറി ഉണ്ടാകും, പക്ഷെ അവർക്ക് സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. നമുക്കെപ്പോഴും വേണ്ടത് ഈ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ബറക്കത്ത് വേണം. ആ ബറക്കത്തുള്ളത് അത് എത്ര തുച്ഛമാണെങ്കിലും അതിലാണ് ഖൈർ എന്നുള്ളത് മനസ്സിലാക്കണം. കുറേ സമ്പാദിക്കലോ, കുറേ മക്കളുണ്ടാകലോ, കുറേ സ്വത്ത് ഉണ്ടാവലോ, അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല ബറക്കത്ത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് വളരെ റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ നിലനിൽക്കുന്നുണ്ടോ, എന്നാൽ അതിൽ ബറക്കത്തുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ചെറ്റക്കുടിലാണെങ്കിലും ആ ചെറ്റക്കുടിലിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ സമാധാനം, സന്തുഷ്ട കുടുംബം, ഈ ഒരു സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വലിയ മണിമാളികകളിൽ ആർഭാടത്തിൽ ജീവിക്കുന്ന ലക്ഷറി ലൈഫ് നടത്തുന്ന അവരുടെ ജീവിതത്തിനേക്കാളും വളരെ സന്തോഷകരമായ ജീവിതം നിങ്ങൾക്കുള്ളത്. എത്രയോ സമ്പന്നര് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഈ അടുത്ത് വയനാട് ജില്ലയിലെ, ഈ അടുത്തെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ജില്ലയിലെ ഒരു വലിയ സമ്പന്നന് ആത്മഹത്യ ചെയ്തു. അയാളുടെ വീട് നോക്കുമ്പോൾ എത്ര വലിയ വീടാണെന്നറിയോ? പക്ഷെ സമാധാനമില്ലാത്തതിന്റെ പേരില്, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പേരില്, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളില് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് അതിൽ തകർച്ച വന്നതിന്റെ പേരില്. അങ്ങനെയൊന്നുമല്ലല്ലോ. നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം 500 രൂപയാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ടായാൽ സന്തോഷമുള്ള ജീവിതം ലഭിക്കും. ആ സന്തോഷമുള്ള ജീവിതമാണ് നമുക്ക് ബറക്കത്തുള്ള ജീവിതമാവുക. അപ്പൊ അതിലൊക്കെ തുടങ്ങുമ്പോൾ ഒരു ബറക്കത്തോടു കൂടെ പ്രവേശിക്കണം, എന്നാലാണ് അതിലൊക്കെ നമുക്ക് റാഹത്ത് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ 5 വഖത്ത് നിസ്കാരം നിലനിർത്തണം. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ വീടിന്റെ സാഹചര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക് അന്തരീക്ഷത്തിലായിരിക്കണം. അവിടെ അനാവശ്യ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അവിടെ ഹറാം ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിലെ സുന്നത്തുകൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരു കാരണവശാലും എത്ര തിരക്കുകളിൽപ്പെട്ടാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് 5 വഖത്ത് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ആ നിസ്കാരത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയണം. അല്ലാഹു നമ്മോട് 5 വഖത്ത് നിസ്കാരം
നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. നാം ആ 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ ളുഹർ നിസ്കരിക്കുന്നത് അസറിനോടടുത്ത സമയമാണ്. അപ്പൊ നിസ്കരിക്കേണ്ടത് ഏകദേശം 12:40 12:45 ഒക്കെ ആകുമ്പോഴാണ് നിസ്കരിക്കേണ്ടത്. അത് അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിക്കാതെ നമ്മൾ ഏകദേശം ഒരു 3:30 3:45 ആകുമ്പോൾ നിസ്കരിക്കുന്നു. ഏത് നിസ്കാരം? ളുഹർ നിസ്കാരം. എന്നിട്ട് അസറും കൂടെ ഒരുമിച്ച് നിസ്കരിച്ച് ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു പറഞ്ഞത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ സമയത്ത് അള്ളാഹു നമുക്ക് നൽകുമോ? നമ്മളൊരു കാര്യം കൃത്യമായി ചെയ്യുമ്പോഴല്ലേ നമുക്കും അത് ലഭിക്കുള്ളൂ. അള്ളാഹു നമ്മോടൊരു സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. നമ്മൾ 2-3 മണിക്കൂറും ലേറ്റ് ആയിട്ട് അസർ വാങ്ക് 4 മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3:45 3:50 നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു നാം ചെയ്യുന്ന കാര്യങ്ങളിലും അള്ളാഹു അങ്ങനെ ഒരു ഡിലേ, ഒരു പിന്തിപ്പിക്കല് അള്ളാഹു വരുത്തിക്കും. അപ്പൊ നമ്മളൊരു വീട് പണി തുടങ്ങുന്നു. ആ വീട് പണി തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിസ്കാരം ഇങ്ങനെ പിന്തിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ 3-4 മണിക്കൂറും പിന്തിപ്പിച്ച് നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു നമ്മുടെ വീട് പണി എന്താക്കുന്നു? അതിന്റെ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ അതിലൊരു പിന്തിക്കൽ വരുന്നു. ഇത് മഹാന്മാർ, ഇത് ഞാൻ വെറുതെ പറയുകയില്ല. 5 വഖത്ത് നിസ്കാരം സമയത്തിന് നിസ്കരിക്കാതെ സമയത്തെയും വിട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് നൽകുന്ന പരീക്ഷണങ്ങളിൽ പെട്ട ഒരു പരീക്ഷണമാണത്. അങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളുണ്ട്. ആർക്കുള്ള പരീക്ഷണം? ഈ ദുനിയാവിലെ 5 വഖത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അത് നിസ്കരിക്കാതെ അസ്ർ നിസ്കാരം മഗ്രിബിന്റെ തൊട്ടടുത്തും ളുഹർ നിസ്കാരം അസ്റിന്റെ ളുഹറിന്റെ അവസാന സമയത്തും ഇങ്ങനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരെ ഖളാക്കുന്നൊന്നുമില്ല. അങ്ങനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് അവന്റെ കാര്യങ്ങൾ. അങ്ങനെ ആരാണോ ചെയ്യുന്നത് ആ ചെയ്യുന്നവന്റെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഡിലേ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. അള്ളാഹു ഒരു പിന്തിപ്പിക്കൽ അതിലുണ്ടാക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരം പിന്തിപ്പിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നാക്ക്, ഈ നാക്കിന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അസ്മാഉൽ ഹുസ്നൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് അതിന്റെ ആ ഒരു ഇസ്മ ചൊല്ലുമ്പോൾ അതിനൊരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചൊല്ലേണ്ട എണ്ണം തന്നെ ചൊല്ലണം. അങ്ങനെയാണ് ഓരോ ഇസ്മുകൾ ചൊല്ലിയാൽ അതിന് ഫലമുണ്ട്. ഇപ്പൊ ഒരു 33 തവണ സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞ് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ, ഇങ്ങനെ ചൊല്ലല് അത് പ്രത്യേകം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രതിഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചൊല്ലണം എന്നുള്ളതാണ്. ആ 33 തവണ 33 ചൊല്ലണം എന്നുള്ളതാണ്. ഒരാൾ 32 തവണ ചൊല്ലി, 32 തവണ ചൊല്ലിയതിന്റെ പ്രതിഫലം ലഭിക്കും. ഒരാൾ 1 തവണ ചൊല്ലി, അപ്പൊ 1 തവണ ചൊല്ലിയ പ്രതിഫലം ലഭിക്കില്ല എന്നല്ല, അതിന്റെ പ്രതിഫലം ലഭിക്കുള്ളൂ. 33ന്റെ ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത്ര തന്നെ ചെല്ലണം. അപ്പൊ നമ്മൾ 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ് 21 തവണ, യാ ലത്തീഫ് ഒരു കുറച്ച് തവണ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ എന്താ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ പറഞ്ഞിട്ടുള്ള ആയത്ത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ അത് അതിന്റെ എണ്ണം എത്രയാണോ പറയുന്ന ആ എണ്ണത്തില് ഒരു കുറവും ഒരു കൂടുതലും വരുത്താതെ കൃത്യമായ എണ്ണം തന്നെ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഫലങ്ങളൊക്കെ ലഭിക്കുക. ഇപ്പൊ വിദൂര ദേശങ്ങളിൽ നിന്നൊക്കെ പത്തനംതിട്ട, അതേപോലെ തിരുവനന്തപുരം, ചെന്നൈയിൽ നിന്നൊക്കെ വന്നവരുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് അങ്ങനെ തുടങ്ങി വിദേശങ്ങളിൽ നിന്നൊക്കെ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ ദിവസത്തിന് വേണ്ടി മാത്രം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നേരിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആ പറഞ്ഞത്, നിങ്ങൾ ആ വന്നതിന് നിങ്ങൾക്ക് ഒരു ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ, എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പറയുന്നത് സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അതിന് നല്ല ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അതിനോട് കൂടെ തന്നെ പലരും ചോദിക്കുന്നതാണ്, ഉസ്താദ് ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്നല്ലേ. ഇന്നിപ്പോ ഏകദേശം ഞാൻ തന്നെ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫോൺ അടിച്ചിട്ട് ഞാൻ തന്നെ, ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങളുള്ളതല്ലേ. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഏകദേശം ഒരു 11 മണി മുതൽ ഏകദേശം ഈ 4 മണി വരെ, ഏകദേശം 4 മണി വരെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് കിടക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് ഫ്രീ ആകുമ്പോൾ അതിൽ റീപ്ലൈ നൽകും. വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഒരുപാട് മെസ്സേജ്
മെസ്സേജുകളുണ്ട്. അതിലൊക്കെ ഞാൻ സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും. പലരും പറയുന്നു റീഡ് ചെയ്തിട്ട് റീപ്ലൈ തരുന്നില്ല. റീഡ് ചെയ്യുന്ന ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇത് ഏൽപ്പിക്കപ്പെട്ട ആളുകളൊക്കെ റീഡ് ചെയ്യുന്നവരായിരിക്കും, അവർക്കതിന്റെ റീപ്ലൈ അറിയൂല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് അതിന് എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കും. എല്ലാ മെസ്സേജുകൾക്കും എപ്പോഴും റീപ്ലൈ കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല, എല്ലാ ഫോണുകളും എപ്പോഴും എടുക്കാനും സാധിച്ചോളണമെന്നില്ല. പരമാവധി പിന്നെ ഇവിടെ നേരിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു ഫോൺ അറ്റൻഡ് ചെയ്യലില്ല. അത് നമ്മൾ വഴി പറഞ്ഞെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്, അവര് ഫോൺ അറ്റൻഡ് ചെയ്ത് വഴിയൊക്കെ പറഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ശരിയാക്കുന്ന. അപ്പൊ ആ സമയത്ത് നമുക്ക് കൃത്യമായി നോക്കാനും പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബോധപൂർവം ഫോൺ എടുക്കാതിരിക്കുന്നതല്ല, അങ്ങനത്തെ സാഹചര്യം വരുന്നത് കൊണ്ടാണ് എടുക്കാതിരിക്കുന്ന. ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നവർ നല്ല ക്ഷമയോടുകൂടെയാണ് വരേണ്ടത്. അതേപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് പരിശുദ്ധമായ ഷഅബാൻ മാസമാണ്. ഷഅബാൻ മാസത്തിനോട് ചേർത്തിയിട്ട് പറയേണ്ടത്, ഈ ഷഅബാൻ മാസത്തില് സ്വലാത്ത് ഇറങ്ങിയ മാസമാണ് ഷഅബാൻ മാസം. അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സ്വലാത്തിന്റെ ആയത്തിറങ്ങിയ മാസം കേട്ടോ. നമ്മളെ ദർസിലേക്ക് ഇവിടെ നേരിട്ട് വന്ന ആളുകൾ തന്നെ അതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉസ്താദിന്റെ ദർസിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദർസിലേക്ക് ഇൻഷാ അല്ലാഹ് കുട്ടികളെ ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനോട് കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ദർസില് നമ്മുടെ മക്കളെ ചേർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർത്താ, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ചേർത്താ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടീനെ കിട്ടൂല. നിങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കി വളർത്തണം, മുഖ്റദിയായ ആലിമീങ്ങളാക്കി വളർത്തണം. നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ഖബറും പുറത്ത് വന്ന് സലാം പറയുന്ന നല്ലൊരു മുതഅല്ലിമായിട്ട്, അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മകനായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ മുതഅല്ലിമാക്കലേ അതിന് പോകാൻ വഴിയുള്ളൂ അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ അറിയൂലേ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും MDM LSD പോലെയുള്ളതിനൊക്കെ അടിമപ്പെട്ട് അവിഹിത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഒരു പ്രത്യേകതരം ജനറേഷൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയം. നമ്മുടെ മക്കളെ 5 വഖ്ത് നിസ്കരിക്കുന്ന മക്കളായിരുന്നു. അതോടുകൂടെ തന്നെ ദീനും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും എല്ലാ വിദ്യാഭ്യാസവും നൽകാൻ പറ്റുന്ന ഒരുപാട് ദർസുകൾ ഇന്ന് നിലവിലുണ്ട്. അതുപോലെയുള്ളൊരു ദർസ് ഈ വിനീതന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ജില്ലകളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏത് ജില്ലയൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താവുന്നതാണ്. അപ്പോൾ ഈ അധ്യയന വർഷം കഴിഞ്ഞാൽ ഈ സ്കൂള് തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് ശവ്വാല് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ദർസൊക്കെ തുറക്കുന്ന സമയത്തേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കള് ഇൻഷാ അല്ലാഹ് കോണ്ടാക്ട് ചെയ്യണം. 8ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ചെറുപ്പത്തിലെ നല്ല ദീന് കൊടുത്ത്, അതേപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഈ ഇത്തരം മ്ലേച്ഛമായ സംഗതികളിൽ നിന്നൊക്കെ മാറി നിന്ന് അവരെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് തയ്യാറായാലാണ് നമ്മുടെ മക്കളെ കിട്ടുക. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കിട്ടൂല. കാരണം അവര് പിന്നെ മാതാപിതാക്കളെ തള്ളി പറയുന്ന, മാതാപിതാക്കളെ കുറ്റം പറയുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള മക്കളായി വളരാതിരിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്കും അതേപോലെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പൊ നിലവിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ അങ്ങനത്തെ സംവിധാനങ്ങൾ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുണ്ട്. അവിടെ ഇരുന്നിട്ട് അവർക്ക് MBBS പഠിക്കാം, അവർക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം, അവർക്ക് ഏത് കോഴ്സുകൾ അവർക്ക് പഠിക്കാനും പറ്റും. PSC കോച്ചിങ് വരെ നൽകപ്പെടുന്ന സംവിധാനങ്ങൾ ഇപ്പൊ കേരളത്തിലെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ പഠിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസിലേക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നേതൃത്വത്തിലായിരിക്കും ദർസ് ഉണ്ടായിരിക്കുക. വളരെ ചിട്ടയില്, വളരെ അച്ചടക്കത്തില്, നല്ല അതബുള്ള മക്കളായിട്ട് അതല്ലേ നമുക്ക് ഉപകരിക്കുക. നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്ത് വന്ന ഒരു ഫാത്തിഹ ഓതാൻ തോന്നുന്ന ഒരു മകനുണ്ടായാൽ മതി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാൻ വേറെ ഒടുക്കും പോണ്ട. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞതല്ലേ അത്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, അതാണ് ഖബറിൽ ഉപകരിക്കുക. ഇന്ന് വളർന്നു വരുന്ന ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ ആ രൂപത്തിൽ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ വരുന്നില്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഫാത്തിഹ ഓതാൻ തോന്നുന്ന ഒരു മനസ്സാണോ അവരുടെ മനസ്സ്? ഞാൻ ആരെയും കുറ്റം പറയുകയില്ല, മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കുറ്റം പറയാനും പറ്റില്ല. കാരണം അവര് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. ആ സാഹചര്യത്തിൽ അവർക്ക് ക്രിയാത്മകമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളാകുന്ന നമുക്കുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക.